ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. എനിക്കറിയില്ല അതിനെപ്പറ്റി. മറ്റൊരു കാര്യം, ഈ കടലിൽ കാണാതായത് ഈ തെരച്ചിൽ നടത്തുന്നത് ഏറ്റവും നല്ല രീതിയിലാണ്, പ്രശംസനീയമാണ് എന്ന് വ്യക്തിനകത്തുനിന്നൊരു ആർച്ച് ബിഷപ്പ് തോമസ് ചേനത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സർക്കാർ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലതല്ലേ? അല്ല, സ്റ്റേഡിയം ഇദ്ദേഹം വന്നാലുള്ള നടപടികൾക്കായിട്ട് സ്റ്റേഡിയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. ആ വരുന്നതിനാവശ്യമായ നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയമായിട്ട് മാറണ്ടേ? നമ്മൾ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണെങ്കിലും അതിനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കണ്ടേ? അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എന്തുകൊണ്ടാണ് അത് സംരക്ഷണത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത് എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നതുകൂടി പറയുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കം നീക്കം ചെയ്യാനുള്ള ശ്രമം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിക്കുന്നു. അതിനൊപ്പം ഈ മെസ്സി കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് 126 കോടിയുടെ അഴിമതി ഉണ്ടായിരിക്കുന്നു, പണം കടത്തി തട്ടിപ്പ് നടത്തി എന്ന കാര്യത്തിൽ മെസ്സി ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു കായിക താരമാണ്. കേരളത്തിലേക്ക് വരും എന്നത് സംബന്ധിച്ച് അന്ന് നടപടികളുണ്ടായിരുന്നു. മുൻ കായിക വകുപ്പ് മന്ത്രി അത് വിശദീകരിച്ചതാണ്. സർക്കാരിന് അക്കാര്യത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നു. സ്പെയിനിൽ കായിക വകുപ്പ് മന്ത്രിക്ക് പോകാൻ കരാറിന്റെ ആവശ്യമില്ല എന്നതുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നു. ഒരു ക്രമക്കേടും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. എന്താണ് അതിൽ അന്വേഷിക്കാനുള്ളത് എന്നത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്.